ഇടുക്കിയിൽ കെ.എസ്.ഇ.ബിയുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നു. ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണ വേളയിൽ ഉദ്യോഗസ്ഥർക്കായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് പദ്ധതി പൂർത്തിയായതോടെ അനാഥമായത്. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി കെട്ടിടങ്ങൾ വിട്ടുനൽകണമെന്ന ആവശ്യം ശക്തമായിട്ടും കെ.എസ്.ഇ.ബി നിസ്സംഗത പാലിക്കുകയാണ്. പന്നിയാർ ചെങ്കുളം പവർ ഹൗസുകളുടെ നിർമ്മാണകാലമായ 1982-ൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഈ വിധം നശിച്ചുകൊണ്ടിരിക്കുന്നത്. പദ്ധതിയുടെ മേൽനോട്ടത്തിനായെത്തിയ ഉദ്യോഗസ്ഥർക്കും മറ്റും താമസിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ കെട്ടിടങ്ങൾ. അന്നത്തെ ഏറ്റവും മുന്തിയ സാങ്കേതിക തികവിൽ നിർമ്മിച്ച 5 ബംഗ്ലാവുകളും 300ഓളം ക്വാർട്ടേഴ്സുകളും പദ്ധതി പൂർത്തിയായതോടെ അനാഥമായി. അന്ന് 4 ലക്ഷം രൂപ ചെലവിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് 2 കോടിയെങ്കിലും ചെലവ് വരും. കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി ടൂറിസം വികസനത്തിന് വിട്ടുനൽകണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കെ.എസ്.ഇ.ബി ഇത് കേട്ടഭാവം നടിച്ചിട്ടില്ല. ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ട ഭൂമിയാക്കി ഇത് മാറ്റാതെ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത്. ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാതായതോടെ കെട്ടിടത്തിലെ മര ഉരുപ്പടികൾ എല്ലാം തന്നെ കള്ളന്മാർ കൊണ്ടുപോയി. ജനലുകളും വാതിലുകളും കട്ടിളകളും അടക്കമുള്ള തേക്കുമരത്തിൽ നിർമ്മിച്ച ഉരുപ്പടികളെല്ലാം ഇവിടെ നിന്നും കടത്തിയിരിക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും ഇവിടെ മാറിക്കഴിഞ്ഞു. മദ്യപ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടവും ഇവിടെ സജീവമാണ്. എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.